എല്ലാവരും ഒന്ന് വന്നേ, നമുക്കൊരു തട്ടുകട പരിചയപ്പെടുത്തി തരാലോ. തമ്പുരാമ്പടിയിലാണ് രണ്ട് ചേച്ചിമാർ നടത്തുന്ന തട്ടുകടയാണ്. ഞങ്ങൾ വൈകിട്ട് വരുന്ന സമയത്തൊക്കെ ഇവിടെ ഇടയ്ക്ക് കയറിയിട്ട് ചെറിയ ചെറിയ ഫുഡൊക്കെ കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ഇവിടെ വന്നിട്ട് പരിചയപ്പെടാം. ഓക്കെ, ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ തമ്പുരാമ്പടിയാണ് വന്നിരിക്കുന്നത് കേട്ടോ. 5 സ്റ്റാർ അടുക്കള രണ്ട് ചേച്ചിമാരും കൂടി നടത്തുന്നതാണ്. നമ്മളിവിടെ വന്നിട്ട് 1-2 തവണ കഴിച്ചിട്ടുണ്ട്, കൂടുതലായിട്ടൊന്നും കഴിച്ചിട്ടില്ല. ഇന്നിപ്പോൾ വീഡിയോ എടുക്കണം എന്ന് കരുതിയിട്ടുമല്ല വന്നത്. അപ്പം എന്തായാലും കണ്ട സ്ഥിതിക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങണം. ചേച്ചിമാരായിട്ട് സംസാരിക്കാം. വാ എന്നാണ് കേട്ടോ ചേച്ചിമാരെ. ചേച്ചിയുടെ സൗണ്ട് കുറച്ച് പോയിരിക്കുകയാണ്, ചുമയൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ സൗണ്ട് കുറവാന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മളിന്ന് കൂടുതൽ എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നത് ഈ ചേച്ചിയാണ് കേട്ടോ. അത് നമുക്ക് പരിചയപ്പെടണ്ടേ. എന്റെ പേര് ചേച്ചി പ്രമീള. അങ്ങനെ പോരാട്ടോ, സൗണ്ട് വേണം. ധന്യ ആള് സംസാരിക്കുന്നുണ്ട്, അതും കൂടി ഇട്ട് ഞാൻ പറയട്ടോ. പറ നിങ്ങള് എന്തൊക്കെയാ ഉള്ളതൊന്നും നന്നായിട്ട് തുടങ്ങിയോ ചേച്ചി കാണിച്ചു തരുന്നുണ്ട്. ചപ്പാത്തി ചപ്പാത്തി ചേച്ചി ഞാൻ പറഞ്ഞിട്ടേ. വെള്ളയപ്പം വെള്ളയപ്പം പത്തിരി ബീഫ് അങ്ങനെന്താ. ഓരോന്നിനും റേറ്റ് പറഞ്ഞോളൂ ചേച്ചി. ബീഫിന് 130. ബീഫ് തേങ്ങ റോസ്റ്റ് അല്ല, ഡ്രൈ തേങ്ങ കൊത്തൊക്കെ ഇട്ടതാ 130. ബീഫ് നാളികേര കൊത്തൊക്കെ ഇട്ടിട്ടുള്ളത് കേട്ടാ. 130. പിന്നെ ഈ വെള്ളയപ്പം പത്തിരി ചപ്പാത്തി. വെള്ളയപ്പത്തിന് 10 രൂപ, ചപ്പാത്തിക്ക് 10 രൂപ, ദോശയ്ക്ക് 10 രൂപ, പത്തിരിക്ക് മാത്രം 20 രൂപ. ഓക്കെ, പത്തിരി കഴിപ്പുണ്ടോ കേട്ടോ. കൈപ്പത്തിരി എന്നൊക്കെയാണ് നമ്മുടെ അവിടെ പറയാം. ചിക്കൻ കറിക്ക് 100 രൂപ. ചിക്കൻ കറി 100 രൂപ. ദോശ നമ്മൾ ദോശ പറയുമ്പോ മാത്രമേ ഉണ്ടാക്കി കൊടുക്കുള്ളൂ, അത് ചൂടോടെ കഴിക്കാൻ വേണ്ടിട്ട്. അതായത് പത്തിരിക്ക് മാത്രമാണ് 20 രൂപ. ദോശ, ചപ്പാത്തി, വെള്ളയപ്പം, ഒരു കഷ്ണം ഇതിനൊക്കെ 10 രൂപയാണ് കേട്ടോ അവർ വാങ്ങുന്നത്. ചിക്കൻ കറിക്ക് 100 രൂപ. ചിക്കൻ കറി 100. ബീഫ് ഫ്രൈ തേങ്ങാവത്തുള്ളത് രണ്ടിനും 130 രൂപയാണ്. സാമ്പാർ അവർ ഒഴിച്ചു കൊടുക്കും. ചായ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ കട്ടൻ ചായ ഉണ്ട്. പിന്നെ ചായക്ക് 10. ഇത് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ചെറുതര ഐറ്റംസിനൊക്കെ 10 തന്നെയാണ്. മറ്റേ പത്തിന് മാത്രമാണ് 20. പിന്നെ മറ്റുള്ള ഇതിന്റെ റേറ്റ് കണ്ടിട്ടുണ്ട്. ഇവിടെ ഇപ്പോഴും കൊള്ളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കൊള്ളിയൊക്കെ ബീഫ് 100 രൂപ, കൊള്ളിയും ചിക്കനും 100 രൂപ. അത് പഠിച്ചു വരുന്നുള്ളൂ, അതുകൊണ്ടാണ്. കൊള്ളിക്ക് 30 രൂപ വെറുതെ കൊടുക്കുകയാണെങ്കിൽ. ചിക്കനും ബീഫും കൂട്ടിയിട്ട് കൊടുക്കുകയാണെങ്കിൽ 100 രൂപ. ഓക്കെ, പിന്നെ അതേ ചമ്മന്തി നല്ല എരിവുള്ള ചമ്മന്തി കേട്ടോ. നമ്മളിപ്പോൾ ഞാൻ കഴിച്ചു നോക്കിയിട്ടുണ്ട്. അതുകൊണ്ട് പറയുകയാണേ, കാണിക്കുമ്പോൾ എങ്ങനെ മനസ്സിലായി എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും, അതുകൊണ്ടാണ് പറയുന്നത്. ചായ എടുക്കും. ഇവിടെ വേറെ വേറെന്ത് ചിത്രങ്ങളുണ്ടാകുന്നുള്ളൂ അവിടെ. ചമ്മന്തി ഓംലേറ്റ് ഇല്ലേ? ഓംലേറ്റിന് റേറ്റ് പറയാം ചേച്ചി. നിങ്ങളുടെ സാധനം ഞാനൊന്നും പറയണ്ടേ. ഓംലേറ്റ് 30. മുട്ട പുഴുങ്ങിയത് 10 രൂപ. കൊക്കി അടിക്കണ എന്നിട്ട് കൊക്കിയത് മുട്ട പുഴുങ്ങിയത് 10 രൂപ. ചൂടായിട്ട് അങ്ങനെ സാമ്പാർ സാമ്പാർ കൊടുക്കും. പിന്നെ
ചാറ് കൊടുക്കും, ഗ്രേവി കൊടുക്കും, ചിക്കൻ ഗ്രേവി ഒക്കെ കൊടുക്കാറുണ്ട്. പിന്നെ സമയം എപ്പോഴും തുടങ്ങുക 6:30 തൊട്ടിട്ട് 10:30 വരെ. 6:30 മുതൽ 10:30 വരെയാണ് ഇവിടെ ചെയ്യുന്നത്. അതിൽ തിങ്കളാഴ്ച തുടക്കമായിരിക്കും. പക്ഷെ സൺഡേ പത്തിരിയും ബീഫ് എന്ന് പറയുന്നത് സ്പെഷ്യൽ എന്ന് പറയുന്നത് പത്തിരി ബീഫ് എന്ന് പറയുമ്പോൾ ഞായറാഴ്ച മാത്രമേ ഉണ്ടാവുള്ളൂ. തിങ്കളാഴ്ച മുടക്കാണ്. കറക്റ്റ് സ്ഥലം പറഞ്ഞോളൂ. തമ്പുരാമ്പടിക്ക് ഗുരുവായൂർക്ക് പോണ വളരെ നമ്മള് ഗുരുവായൂരിൽ നിന്ന് വരികയാണെങ്കിൽ ആനക്കോട്ട വഴി വന്ന് തമ്പുരാട്ടിപ്പടിക്ക് വരും. ആ തമ്പുരാമ്പടി സ്ഥലത്ത് എത്തുന്നതിന് കുറച്ച് മുന്നേ ആയിട്ട് റൈറ്റ് സൈഡിലായിട്ടാണ് കേട്ടോ അവരുടെ ഈ ചെറിയൊരു കട. പിന്നെന്താ പറയാനുള്ളത്, ഇവിടെ എങ്ങനെയുണ്ട്? കാരണം എന്താ തുടങ്ങുമ്പോ പറഞ്ഞ ആൾക്ക് സൗണ്ടില്ല പറയണമെന്നുണ്ടായിരുന്നില്ലേ? അതെ, ഞങ്ങൾ തുടങ്ങാൻ കാരണം ഇന്ന് സൗണ്ട് കേട്ടിട്ട് നോക്കിയപ്പോ ഉറക്ക പറ. വീഡിയോ കാണണ്ടേ? നമ്മുടെ വീട്ടിലുണ്ടാക്കണ ഫുഡ് ആൾക്കാർക്ക് കൊടുക്കാനുള്ള ഒരു സംഭവം, ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ തുടങ്ങിയത്. എല്ലാ ആൾക്കാർക്കും നല്ല അഭിപ്രായങ്ങളും നല്ല കാര്യങ്ങളാണ് പറഞ്ഞത്. നല്ല തിരക്കുണ്ടാവാറുണ്ട് കേട്ടോ അവിടെ. നമ്മുടെ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ 2 ചേട്ടന്മാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരും പറഞ്ഞു നമ്മുടെ വീഡിയോ കഴിഞ്ഞ സാധനങ്ങൾ വാങ്ങുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ടൈമിൽ നല്ല തിരക്കാണ്. ഡ്യൂട്ടി കഴിഞ്ഞ സമയത്താണ് മിക്കപ്പോഴും ഞങ്ങൾ എത്താറ്. ആ ടൈമിലൊക്കെ നല്ല തിരക്കാവാറുണ്ട്. ഞങ്ങൾ പുട്ടാണ് കൂടുതലും കഴിക്കാറ്, കാരണം ആ ചൂടോടെ എടുത്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എല്ലാ സാധനങ്ങളും അവരൊപ്പം ഉണ്ടാക്കുന്നതാണ്, എന്നാലും നമ്മൾ വന്നതിന്റെ ശേഷമാണ് അത് അവരുണ്ടാക്കുള്ളൂ. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളിവിടെ ആരെങ്കിലുമൊക്കെ വന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അഭിപ്രായം പറയണം. ഞങ്ങളിവിടെ വന്ന് കഴിച്ചപ്പോൾ ഞങ്ങൾക്ക് എന്താ പറയുക, നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡിന്റെ അതൊരു ടേസ്റ്റ് ഒക്കെ തന്നെയാണ് കിട്ടിയത്. നാടൻ ഫുഡ്, അതായത് തട്ടുകട എന്നൊക്കെ പറയില്ലേ, അതൊക്കെ തന്നെ നമ്മളൊരു കൺമുന്നിൽ വെച്ച് അവരുണ്ടാക്കുന്നു, തരുന്നു, ആ ചൂടോടെ നമുക്ക് കഴിക്കാൻ പറ്റും. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുട്ട് തന്നെയാണ്. കാരണം പുട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കൊള്ളി ഇവിടുന്ന് കഴിച്ചു നോക്കിയിട്ടില്ല കേട്ടോ. ഇന്നെല്ലാം കൂടി ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഒരു ദിവസം എല്ലാം കൂടെ ട്രൈ ചെയ്യുമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഇന്ന് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചില്ല, അത് തീരെ വിശക്കൂല. അതുകൊണ്ട് ഞങ്ങൾ പത്തിരി പാഴ്സൽ ചെയ്യുകയാണ് ചെയ്യണത്. കട്ടൻ ചായ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പുട്ടിൻ്റെ കൂടെ ബീഫ് അല്ലെങ്കിൽ ചിക്കൻ, പിന്നെ ദോശയുടെ കൂടെ ചമ്മന്തി അടിപൊളിയാണ് കേട്ടോ. സാമ്പാർ ഞാൻ അതേ കഴിച്ചതായിട്ട് ഓർക്കണില്ല. ചമ്മന്തി അടിപൊളിയാണ്. പിന്നെ ഒരു പാത്രത്തിൽ ഏലൊക്കെ വെച്ച് അങ്ങനെയൊക്കെയാണ് അവർ സെർവ് ചെയ്യാറ്. കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും റിപ്ലൈ തരിക, കഴിക്കാത്തവരുണ്ടെങ്കിൽ വന്ന് കഴിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും അല്ലെങ്കിൽ വന്ന് കമന്റ് ചെയ്യാം. ഇതിന്റെ മസാലകളൊക്കെ നിങ്ങൾ സാധനങ്ങൾ വാങ്ങിച്ച് പൊടിക്കുക തന്നെയാണോ? മസാലയുടെ ഒരു പൊടിയുടെ ഒരു ഇത് കൂട്ട് ഞങ്ങൾ സപ്ലൈ ചെയ്യും. അതിനെക്കുറിച്ചിട്ട് പറയേ. ഞങ്ങള് ഒരു മസാലപ്പൊടി സപ്ലൈ ചെയ്യുന്നുണ്ട്. ആ മസാലപ്പൊടിയുടെ പേര് മിയാസ് എന്നാണ്. അതിൽ നിന്നാണ്, ആ പൊടിയിൽ നിന്നാണ് ഞങ്ങൾ ഈ ഫുഡിലേക്ക് എടുക്കുന്നത്. പിന്നെ ചിക്കനിലേക്കായാലും ബീഫിലേക്കായാലും എന്തിലേക്കായാലും ആ മസാലപ്പൊടിയാണ് എടുക്കുന്നത്. ആ മസാലപ്പൊടി പൊടിച്ചിട്ടാണ് സപ്ലൈ കൊടുക്കുന്നത്, സപ്ലൈ ചെയ്യണതും ഇതാക്കുന്നത്. അപ്പോൾ പറഞ്ഞ കാര്യം, ഓംലേറ്റ് ഒരു പ്രാവശ്യം ഇവിടുന്ന് കഴിച്ചപ്പോഴേ, സാധാരണ ഞാൻ ഓംലേറ്റ് കഴിക്കുമ്പോൾ കഴിച്ച മിളക് കഴിക്കാറുണ്ട്. ഇവരുടെ അടുത്ത് മിളക് കഴിച്ചപ്പോൾ ഭയങ്കര എരിവ്. അപ്പം ചോദിച്ചിട്ട് എന്ത് എത്ര എരിവെന്ന്. സാധാരണ കടകളിലൊക്കെ മറ്റേ നീളമുള്ള വലിയ മിളകാണ് ആവാറ്. അപ്പം നിങ്ങളുടെ മിളക് എന്താ എത്ര എരിവ്? ഞങ്ങൾ നടത്തണ ഒരു എന്താ പറയുക, കൃഷി നടത്തിയ കാരണം ചെറിയൊരു കൃഷിയും കൂടിയിട്ടുണ്ട്. പച്ചക്കറി ചെറുതായിട്ട്, പിന്നെ ഓണ സീസണിൽ ചെട്ടിപ്പൂവ്, അങ്ങനെ പലതും ബിസിനസ് ചെയ്യുന്നുണ്ട്. വെറുതെ ഒരു തട്ടുകട മാത്രല്ല, ഇവർ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യണ, ക്ഷീണാണ് കിട്ടിയ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണ ആൾക്കാരാണ്. പച്ചക്കറി എന്നൊക്കെ പറയുമ്പോ പച്ചമുളക്, വെണ്ടയ്ക്ക, വഴുതനങ്ങ, വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങളൊക്കെ, സാമ്പാർ കഷ്ണങ്ങളൊക്കെ ഒരുവിധം വീട്ടിൽ തന്നെ കിട്ടുമായിരിക്കും. ചേച്ചി ഓംപ്ലേറ്റ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ, അതൊന്ന് കാണിച്ചാൽ എല്ലാവരും. ചേച്ചി ഓംപ്ലേറ്റ് സെറ്റ് ആക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ദേട്ടി പറഞ്ഞ പോലെ ഞങ്ങളിവിടെ വന്നാൽ കൂടുതലും പുട്ടും ബീഫ് കറി അല്ലെങ്കിൽ പുട്ടും ചിക്കൻ കറി അതിനാണ് കൂടുതൽ കഴിക്കാറ്. പിന്നെ ഓംപ്ലേറ്റ് കട്ടൻ ചായ, ദേട്ടി കട്ടൻ ചായ ആളാണ്. ഇതൊക്കെയാണ് ഈ ചേച്ചിമാരെ വിശേഷങ്ങൾ.
അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഈ വീഡിയോസൊക്കെ കണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് പോലെ അത്രയും നീറ്റായിട്ട് അത്രയും വീട്ടിൽ നിന്ന് തന്നെ മസാല കൂട്ട് കൊടുത്തിട്ടാണ് ഇവർ കൊടുക്കണത്. അപ്പോൾ ദയവായിട്ട് വൈൻഡപ്പ് ചെയ്യും. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ട് എല്ലാവരും ഇവിടെ വരിക, ഭക്ഷണം കഴിക്കുക. ഞങ്ങൾക്ക് കഴിച്ചിടത്തോളം നല്ല അഭിപ്രായമാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് കേട്ടല്ലോ. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്. തീർച്ചയായും നിങ്ങൾ വരിക, ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ഓക്കെ, ബൈ. നമ്മൾ പാഴ്സൽ ഒരു ബീഫ് ഫ്രൈയും പിന്നെ 4 പത്തിരിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സുന്ദരിമണിക്ക് ഒരു ചപ്പാത്തിയും കൂടി പറയുന്നുണ്ട്. ആ ഉള്ളി കയറി ചേച്ചിമാര് ഉണ്ണീനെ മാറ്റിയാ. ചേച്ചിമാർ ഉണ്ണീനെ ഇതുവരെ പരിചയപ്പെട്ടിട്ടില്ല കേട്ടോ, എന്നാൽ ആദ്യമായിട്ട് പരിചയപ്പെടുന്നു.